സർ, ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ രാജ്ദീപ് ദേശായി അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുമായി ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചു, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല, എന്റെ ചേട്ടന്റെ അത്ര അറിവും വിവരവും ബുദ്ധിയും ഉള്ള ഒരാള് ഈ ലോകത്തില്ല, മോദിയെ വല്ല മലർത്തിയടിക്കും. കാരണം മോദിക്ക് ഹിന്ദുത്വത്തെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ അതിലും നല്ല ആഴത്തിൽ എന്റെ ചേട്ടൻ അറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഉടനെ തന്നെ വരും എന്നാണ് മറുപടി കൊടുത്തത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ഏകദേശം 1744 കമന്റ് വന്നു. ഈ കമന്റിൽ മുഴുവൻ ഹാസ്യാത്മകമാണ്. അതായത് മാനസിക സമ്മർദ്ദമുള്ളവർ കുറച്ച് സമയം വരുന്ന ഈ വീഡിയോ കാണൂ, നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾ തീരും. പ്രിയങ്ക ഗാന്ധിക്ക് തമാശ പറയാൻ അറിയാം എന്ന് മനസ്സിലാക്കി തന്നതിൽ നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ വരുന്നത്. ഭാവി പ്രധാനമന്ത്രി ആകുമോ തന്റെ ചേട്ടൻ എന്ന് ചോദിച്ചതിനാണ് ആളുകൾ ഇപ്പൊ 1744 എന്ന് പറയുന്ന 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചെറിയ ഭാഗം എന്താ പറയുക, ഒരു വലിയ ഇതിന്റെ പ്രതീകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്കെല്ലാം തമാശയാണ് ആ ചോദ്യം. ഇപ്പോഴും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ചോദിച്ചാൽ ആൾക്കാർക്ക് തമാശയാണെന്ന് പറയുന്ന കണക്കാണ് നമ്മൾ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ അവസ്ഥ. പ്രിയങ്ക രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അവരുടെ മൂക്കും നാക്കും തുമ്പിക്കൈയും ഒക്കെ നേരത്തെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂട്ടിരിക്കുകയാണല്ലോ. ഇന്ദിരാഗാന്ധിയുടെ അവരെ നമ്മൾ കുറച്ച് കാണാൻ നമുക്ക് പറ്റത്തില്ല. അവർക്ക് ചില സ്വേച്ഛാധിപത്യ സ്വഭാവങ്ങളുണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും പിന്നെ മോറൽ സൈഡിനകത്ത് നമ്മളവരെ കീറിപ്പരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഴപ്പങ്ങളുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. കാരണം കപ്പാസിറ്റി ഉണ്ടായിരുന്നു. കാരണം ആർക്കും അങ്ങനെ ബാക്കിയുള്ളവരുടെ കൂട്ട് നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയില്ലായിരുന്നു. ഇവിടെ അവരെ പിടിച്ച് ജയിലിലിട്ട കാലം അറിയാമോ? അവരെ പിടിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിലിലിട്ടിട്ട് ഇവർ വിദേശ സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പം നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ പ്രതിപക്ഷം നിങ്ങളെ പിടിച്ച് ജയിലിലിട്ടില്ലേ ഭരണത്തിൽ വന്നപ്പോൾ, അത് കാണിച്ച മര്യാദയുടെ കല്ലേന്ന് അവരുടെ അടുത്ത് വിദേശത്ത് വെച്ച് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞാൽ എൻ്റെ രാജ്യത്തിൻ്റെ അകത്തെ വിഷയം ഞാൻ അവിടെ സംസാരിച്ചോളാം, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ അതായത് അവരെ സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും, അവരെ ജയിലിലിട്ട വിഷയമാണെങ്കിൽ പോലും ഇന്ത്യയെ മോശമാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ചോദ്യം ഇന്ത്യക്ക് വെളിയിൽ വെച്ച് വന്നപ്പോൾ അതിന് നിന്നു കൊടുക്കുന്ന സ്ത്രീയല്ല രാഹുൽ ഗാന്ധി കേൾക്കാനാണേ പറഞ്ഞു. ഇയാൾ രാവിലെ അവിടുന്ന് വണ്ടിയും കയറി പോവാ അമേരിക്കയിൽ പോയി, വണ്ടിയും കയറി പോവാ അമേരിക്കയിൽ. എന്തിനാണെന്നറിയോ? ഇന്ത്യ മോശമാണ്, പ്രധാനമന്ത്രി മോശമാണ്, ഇവിടെ സിഖാന് തലപ്പാവ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, മറ്റതാണ് മറിച്ചതാണ്, ഇലക്ഷൻ കമ്മീഷൻ മോശമാണ്, ഇലക്ഷൻ്റെ മെഷീൻ മോശമാണ്, സർവംഗം മോശമാണ്, ഞാനെന്നാലും ഇവിടെ നിൽക്കുവാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഈ സ്ഥാനത്ത് ഇയാളുടെ അമ്മൂമ്മ പറഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പം അവര് എന്തൊക്കെ പറയുമ്പോഴും അവർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ കൂടെയായിരുന്നു. പല ഘട്ടങ്ങളിലും നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരി ആയിരുന്നെങ്കിലും സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിലും അവരുടെ മൂക്കിൻ്റെയും നാക്കിൻ്റെയും തുമ്പിക്കൈയുടെ ഒക്കെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി. കാരണം മാത്രമല്ല ഇവരുടെ ഒരു വിശ്വാസമുണ്ട്, സ്വാതന്ത്ര്യാനന്തരം നെഹ്റു അന്നേ ജനാധിപത്യത്തിൽ കൂടി പരിശോധിച്ചപ്പം, കാരണം കോൺഗ്രസ് പാർട്ടി ഉണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടിയാണല്ലോ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉള്ള ആളായിരുന്നല്ലോ ഗാന്ധിജി. അവിടെ വെച്ച് ആര് പ്രധാനമന്ത്രി ആവണമെന്നുള്ളൊരു വരുമല്ലേ സ്വാതന്ത്ര്യത്തിന് ശേഷം. കണ്ടമാനം ആൾക്കാരുണ്ട് കൊള്ളാവുന്നമാർ. ലാൽ ബഹദൂർ ശാസ്ത്രിയുണ്ട്, നമ്മുടെ ഉരുക്ക് സുഭാഷ് ചന്ദ്രബോസ്, അതിൽ ഉരുക്ക് മനുഷ്യൻ ഉണ്ടായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ, ഇങ്ങനെ എല്ലാം ഒന്നിക്കൊന്ന് വെച്ചായിരുന്നു. അപ്പം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും നെഹ്റു അവസാനം ഇങ്ങനെ തീരുമാനത്തിനകത്ത് ഇവരുണ്ടല്ലോ ആരെങ്കിലും ഒരാളാവട്ടെ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ സർദാറിന് 25 വോട്ട് കിട്ടിയപ്പോൾ ഇയാൾക്ക് 4 വോട്ടാണ് കിട്ടിയത്. ഇയാളിലെ ചില പിള്ളേരെ എന്ന് കിണുങ്ങുന്ന പോലെ എന്ന് ഗാന്ധിജി എടുത്ത് പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞതുപോലെ സത്യസന്ധരാണെങ്കിൽ അയാൾക്കെന്തിനാ താല്പര്യത്തിൻ്റെ കാര്യം? അയാളെന്ന് പറഞ്ഞു നെഹ്റു ആവട്ടെ, സർദാർ ഒന്ന് മാറിയിരിക്കും. അതാണ് അങ്ങനെ ആ സർദാറിനെ ആഭ്യന്തരമന്ത്രിയാക്കുന്നത്. അന്നു തൊട്ട് ഈ പറയുന്നത് പോലെ ന്യായമല്ലാത്ത ഭാഗത്തൂടെ അധികാരത്തിൽ വന്ന് എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ആ താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രി ആവണമെന്ന് നിർബന്ധം പിടിക്കത്തില്ലല്ലോ. അയാൾക്ക് പാർട്ടിക്കകത്ത് ഈ പറയുന്നത് പോലെ ഉറ്റുനോക്കുമ്പോൾ അല്ലെ ഹിതപരിശോധന നടത്തുമ്പോൾ അയാൾക്ക് അതിനകത്ത് അയാളുടെ കൂടെ ആളില്ലാത്തപ്പോഴും നിർബന്ധം പിടിച്ച് പ്രധാനമന്ത്രിയാവുന്നല്ലോ. അതിനുശേഷം അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അയാളാണ് കാശ്മീർ വിഷയം, അയാളാണ് അയാളെ പ്രധാനമന്ത്രി ആക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് ഇന്ത്യ വിഭജനം.
അല്ലെങ്കിൽ ജിന്നയാക്കിയാൽ മതിയായിരുന്നു, ഇന്ത്യ ഒന്നിച്ചിരുന്നേനെ, പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ഒന്നിച്ചിരുന്നേനെ. നമ്മളിപ്പം വിചാരിക്കുന്നുണ്ട് അങ്ങ് പോയത് കാര്യമായിരുന്നു, എല്ലാം കൂടെ പോയത് കാര്യമായെങ്കിലും അന്ന് ഇന്ത്യ വിഭജിക്കേണ്ടി വരത്തില്ലായിരുന്നു, കാരണം പുള്ളി നിർബന്ധം പിടിക്കാതിരുന്നാൽ മതി. അപ്പം അതേ രീതിയിലായിരുന്നു. അപ്പം അത് വന്നപ്പോൾ അതെല്ലാം പോട്ടെ, ഇങ്ങനത്തെ ഒരു സിസ്റ്റം. അപ്പം ഇത് ചോദ്യത്തിന് പറഞ്ഞാൽ അവർ വിചാരിച്ചേക്കുന്നത് അവിടെ പാരമ്പര്യമായിട്ട്, ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് അപ്പോൾ നെഹ്റു വന്നു, നെഹ്റുവിൻ്റെ മോള് വന്നു, അതിനുശേഷം അവരെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു താല്പര്യമില്ലാതെ ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരുന്ന പയ്യനെ ഇവരുടെ മരണം റിപ്പോർട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി മരണം റിപ്പോർട്ട് ചെയ്യാതെ, ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ മരുന്നിടം വരെ നോക്കിയിരുന്നു. ആരാ നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല ഈ പാർട്ടിക്കകത്ത്, രാജീവ് ഗാന്ധി ആക്കുന്നതിന് വേണ്ടി, പ്രധാനമന്ത്രി ആക്കുന്നതിന് വേണ്ടി വലിയ നേതാക്കന്മാർ അന്നും കോൺഗ്രസിനകത്തുണ്ട്. എന്തിനാ രാജീവ് ഗാന്ധി തന്നെ ഒന്ന് പ്രധാനമന്ത്രിയാക്കേണ്ട ആള്? രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയമില്ലല്ലോ, ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്നുള്ള ഒരു കാര്യമേ ഉള്ളല്ലോ, നോക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം സോണിയാഗാന്ധി വരുന്നതിന് വേണ്ടി വന്നപ്പോൾ അന്ന് സോണിയാഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ അത്ര അങ്ങോട്ട് ഇല്ല, അന്ന് വന്നാൽ അപകടപ്പെടുന്നവർക്ക് മനസ്സിലായിട്ട് വളരെ സൂപ്പറായിട്ട് മാറിയുന്നത് അവർക്ക് തന്നെ അറിയാൻ വരുന്നതിനകത്ത്. വേറെ അവർക്കുമായിട്ട് വേണ്ടപ്പെട്ട ചില ഉപദേശം കൂടി, ഇപ്പം ആവരുത്, നിങ്ങളെ തട്ടിയ ഊരക്കളയും, അങ്ങോട്ട് മാറി നിന്നിട്ട് അവരവിടെ ഇറ്റലിക്കാരി അവരവിടെ കാര്യം സേഫാക്കി. മാത്രമല്ല അവർക്ക് ചില പൗരത്വത്തിൻ്റെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങോട്ട് പിന്തുടർന്നുകൊണ്ടിരുന്ന് ഇദ്ദേഹം ആണല്ലോ അടുത്ത യുവരാജാവ്. കാരണം രാജ്യഭരണമാണല്ലോ ഇന്ത്യ മഹാരാജ്യത്തെ, ഒരു കുടുംബത്തിന് മാത്രം ഭരണം അല്ലെങ്കിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഭരണം 55 കൊല്ലം, അത് കണ്ടുകൊണ്ട് ഈ ഉള്ള സംസ്ഥാനങ്ങളിൽ മൊത്തം കുടുംബാധിപത്യമായില്ലേ. ഇതിലേ മോദി നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും ആ സിസ്റ്റം ഇല്ലേ? യുപിയിൽ അഖിലേഷ് യാദവ്, ബീഹാറിൽ തേജസ്വി യാദവ്, തമിഴ്നാട്ടില് കരുണാനിധി പാർട്ടി. എവിടെ അല്ലാത്തത്? BJP ഭരിക്കാത്ത എവിടെ അല്ലാത്തത്? എല്ലായിടത്തും തന്നെയല്ലേ കോൺഗ്രസിന് മൊത്തം കൊടുത്തു. ഇതാരാ ഉണ്ടാക്കിക്കൊണ്ട് വന്ന്? ഇത് കാണിച്ചു കൊടുത്തിയ ആരാ? നെഹ്റു കുടുംബമല്ലേ. അപ്പം അവർ വിചാരിക്കുന്നത് അന്ന് എഡിറ്റർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് പിന്നെന്താ കുഴപ്പം, നാട്ടുകാർക്കല്ലേ ഉള്ള എൻ്റെ ചേട്ടൻ പൊട്ടൻ, പക്ഷെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിനാവാം. പിന്നെ പറഞ്ഞിരിക്കുന്ന കമൻറ്റുകളാ രസം. മോദിയെ മലർത്തിയടിക്കുന്ന രീതിയിലേക്കുള്ള ഈ ആഴത്തിലുള്ള അറിവ് എനിക്ക് ആഴത്തിലുള്ള അറിവ് ചേട്ടനുണ്ട്. അത് പ്രത്യേകിച്ചും ഹിന്ദു ധർമ്മത്തെ പറ്റി. അത് 1-2 വട്ടം പാർലമെന്റ് സംസാരിച്ചപ്പോഴേ നാട്ടുകാർക്ക് മനസ്സിലായിരുന്നു ശക്തി എന്തുവാന്നും ശിവൻ എന്തുവാന്നും വിഷ്ണു എന്തുവാന്നൊക്കെ പാർലമെന്റ് അതിന്റെ ക്ലിപ്പിങ്സ് ഈ പ്രേക്ഷകർക്ക് കിട്ടും. ഈസിയാ പാർലമെന്റിലായതുകൊണ്ട്. പുള്ളി ഹിന്ദുത്വത്തെ പറ്റി ശിവനെ പറ്റി പറഞ്ഞതും മറ്റേ ഈ പുരാണങ്ങളെ നമ്മൾ ഉദാഹരിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ. ഇന്നലെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറയുന്നത്, ഞാൻ 100 അല്ല 500 അല്ല 1000 ഇലക്ഷന് തോറ്റാലും എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ BJP ചെയ്യുന്നത് പോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചുകൊണ്ടുള്ള വേർതിരിച്ചുകൊണ്ടുള്ള ഒരു ഭരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അത് ശരിയാ. BJP ചെയ്തതുപോലെയല്ല ഇതുവരെ നടന്നുകൊണ്ടിരുന്ന. അതാ ഈ മതമൂല്യവാദികൾക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ടിരുന്നു, ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഇനി അത് നടക്കത്തില്ല. ജനങ്ങൾക്ക് മനസ്സിലായി ഇയാൾ എന്തോന്ന് പൊളിച്ചല്ലേ കൊടുക്കുന്നത്. ഓരോ അവരുടെ പണിയൊന്നും ഞാൻ വേറെ ഒന്നുമില്ല. ഇയാൾ ഒളിച്ചു പിടിച്ചുകൊണ്ട് വരും, അവർ പൊളിച്ചു കൊടുക്കും, അവർ മിണ്ടത്തില്ല. പുള്ളി കിടന്ന് ചാടും, അവസാനം ട്രൗസർ ഓടിക്കുന്നത് നമ്മൾ ഇല്ലേ, കള്ളുകൂടിയന്മാർ റോഡിൽ കിടന്ന് പുള്ളിച്ചാടും, ട്രൗസർ ഓടി നിലത്ത് വീടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഏറ്റവും അവസാനം വോട്ട് കണ്ടല്ലോ. ഇത് അതിന് മുമ്പത്തെ പലതും കണ്ടല്ലോ. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇയാളുടെ മനസ്സിലിരിപ്പും എന്നുള്ള കാര്യത്തെ പറ്റി അവർ കൃത്യമായിട്ട് ഇയാളെ കൊണ്ട് തന്നെ തുള്ളിച്ച്, ഇയാളെ കൊണ്ട് തന്നെ പറയിച്ച് വെളിയിൽ കൊണ്ടുവരും. അതാണ് BJPയുടെ ഒരു തന്ത്രം. BJPയുടെ തന്ത്രത്തിന് മുമ്പിലൊന്നും രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ. കാരണം അത്രയ്ക്ക് വലിയൊരു സംവിധാനമാണ് അവരുടെ. കാരണം ഇതിനകത്ത് ഇനി അവരെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമില്ല. നമ്മൾ പറയത്തില്ലേ, അവസാന അടവും പരാജയപ്പെട്ടു. എല്ലാം ഏറ്റവും അവസാന തടവായിരുന്നു വോട്ട് ചോരി. അതുകൊണ്ട് വന്നത് ബീഹാറിൽ തീർന്നു. ഇനി അത് റീഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല തന്നെ. റീഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സാധനം തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അത്? ഏറ്റവും അവസാനം ഈ കൊണ്ടുവന്ന ഇലക്ഷൻ തലേന്നാണ് ഈ കേസ് ഫയൽ. അതിന്റെ ആഘാതം എത്ര രീതിയിലാണ് പൊട്ടിപ്പോയത്. അതും പൊട്ടി. എന്നിട്ട് ഇപ്പൊ പെങ്ങടുത്ത് ചോദിക്കാം, ഇയാളെക്കാട്ടി പമ്പര കിട്ടി അവർ കേട്ടോ. ഇയാളെ പപ്പു എന്ന് വിളിക്കുന്നെങ്കിൽ അവരെ എന്തോ പേരാ വിളിക്കുന്നത്. പപ്പിയൊന്നും പോരാ. കാരണം ഞാൻ വിചാരിച്ച സത്യം, ഇവർ ഇലക്ഷന് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവരിലെപ്പോഴും പ്രതീക്ഷയാണ് ഇയാൾ പോയാലും ചിലപ്പോൾ കോൺഗ്രസ്സുകാരുടെയും പ്രതീക്ഷ അതായിരുന്നു. അന്ന് ഇയാളെ ഷെഡിൽ കയറ്റിയിട്ട് അവരെ കൊണ്ടുവരാം. നോക്കിയപ്പോൾ അയാളെക്കാട്ടി വിട്ടിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു മര്യാദ പുറത്തിരിക്കുന്നതെന്ന് പറഞ്ഞോല.
അയാളെക്കാട്ടി വലിയത് ഇപ്പൊ തന്നെ പറഞ്ഞു എൻ്റെ ഏട്ടൻ മലർത്തി അടിക്കുന്നു. ഏതാ പുള്ളി മലർന്ന് കിടക്കുവാ ഒരു നിവൃത്തിയില്ലാതെ. ഇല്ല രണ്ട് കൈയും ഇങ്ങനെ മരത്തി വെച്ച് കാലും ഇങ്ങനെ ഇങ്ങനെ ചത്ത പോലെ കിടക്കുന്ന പറയാൻ മലർത്തി അടിക്കുന്നു. മോദിയെ പോയിട്ട് ഇങ്ങേറ്റം വരുന്ന അവരുടെ MLA മലർത്തി അടിക്കാനുള്ള ഒരു നല്ല കൗൺസിലറെ മലർത്തി അടിക്കാനുള്ള കപ്പാസിറ്റി ഈ രാഹുൽ ഗാന്ധിക്ക് ഇല്ല. അറിയാവോ? അതാ മോദിയെ മലർത്തി അടിക്കുന്നു. മോദിക്ക് ഒരു രസമാട്ടോ. രാഹുൽ ഗാന്ധിയൊക്കെ ഒരു രസമാണ് മോദിക്ക്. അത് ഇങ്ങനെ പുള്ളി ചിരിച്ചൊക്കെ ആസ്വദിച്ച് പോകാന്നുള്ളു. ഊറിച്ചിരിക്കാൻ ഇപ്പൊ ഇതിനകത്ത് കമന്റ് വന്നതുപോലെ ഊറിച്ചിരിക്കാൻ ഉള്ള ഒരു സംവിധാനം. ഈ കമന്റൊക്കെ പറയുന്ന ആൾക്കാർ ഈ കമന്റ് ആൾക്കാർക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ധാരണ തോക്കുന്നല്ല വിഷയം. ഒരാൾ പരാജയപ്പെടുന്ന വിഷയമല്ല, കഴിവാണ് പ്രശ്നം. നമ്മുടെ കഴിവ് ഇപ്പൊ മോദിയുമായിട്ട് അല്ലെങ്കിൽ BJP ആയിട്ട് മത്സരിച്ചു, അദ്ദേഹത്തിന്റെ അവർ രണ്ടുപേരുടെയും കൂടെ ഐഡിയോളജി തമ്മിൽ വ്യത്യാസം വന്നു. രാഹുലിന്റെ ഐഡിയോളജിയും അല്ലെങ്കിൽ മോദിയുടെ ഐഡിയോളജിയും രണ്ടാം മോദിയുടെ ഐഡിയോളജിയുടെ പുറയിലാണ് ജനം കൂടുതലുണ്ടായെന്ന് വോട്ട് ചെയ്യുന്നു. പക്ഷെ രാഹുൽ മിടുക്കനാണെങ്കിൽ രാഹുലിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അറിയാവോ? അതുകൊണ്ടാണല്ലോ AKG അംഗീകരിച്ചത്. AKGയുടെ പാർട്ടി വലിയ പാർട്ടിയായിട്ടുണ്ടാകും ആണോ? പണ്ട് AKG പ്രദേശം എന്താ അംഗീകരിച്ച്? AKG പറയുന്നത് കാര്യമുണ്ട്, AKGക്ക് അറിവുണ്ട്, കഴിവുണ്ട്. പിന്നെ നെഹ്റു പാർലമെന്റിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടപ്പോൾ ഒരു തിരിച്ചു വന്ന കാര്യമുണ്ട്. കാരണം അതെന്ന് പറഞ്ഞാൽ കഴിവ് അംഗീകാരം, തോൽവിയും ജയവും അല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനല്ല. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ പമ്പര വിട്ടി ഇതിനെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കും? അതേ ഉള്ളു വിഷയം, അതാണ് വിഷയം. അത് മനസ്സിലാവാത്ത ഒരു പെങ്ങള് കൊള്ളാം, ഐറ്റം കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ എൻ്റെ പെങ്ങളെ, എൻ്റെ രാഹുൽ ഗാന്ധി, ഇത് പഴയ ഇന്ത്യ അല്ല, നിങ്ങളുടെ ഗിമിക്ക് ഇവിടെ നടക്കത്തില്ല. എഴുതി വെച്ച് തരാം. നമ്മൾ ഇവിടെ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ലെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവരും ആത്തില്ല. ചിലപ്പം കേരളം കുറച്ചു കാലം ഓടിപ്പോകുന്നതുകൊണ്ട് ഈ ഇവിടുന്ന് ചിലപ്പം പ്രിയങ്ക ഗാന്ധിയുടെ പിള്ളേർക്കും ഒക്കെ MP ആവാൻ പറ്റുമായിരിക്കും. പ്രബുദ്ധ കേരളത്തിൽ അങ്ങനെ ഒരു ഗുണം മുഖ്യമന്ത്രിയാക്കാൻ പറ്റൂലേ? കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കിയ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ പറ്റിയത് ആരാദ്യം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്ന് തീരുമാനിച്ചാൽ മതി. അത് എളുപ്പം നടക്കുന്ന കാര്യം. മറ്റേ പണി നടക്കത്തില്ല. ഈ ഓടിച്ചതൊക്കെ അവസാനം ഓട്ടോ ഓടിച്ചത്. കാരണം സോറസ് നോക്കി എല്ലാം ഡീപ് സ്റ്റേറ്റ് നോക്കി. പക്ഷെ അതിനെയൊക്കെ മറികടന്നു പോയി. കാരണം ഇവൻ്റെ പണി ഇവിടെ നടക്കാതെ വന്നു. ഇപ്പൊ ഇവിടെ ബിൽഡപ്പ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതിയനത്തെ ഇറക്കി ഇവനെ എല്ലാം ഓടിക്കാൻ പോവാ. ജൻസി ആയാലും കുൻസി ആയാലും ഏത് വന്നാലും പോലീസും പട്ടാളമൊന്നും വേണ്ട, ജനം ഇറങ്ങുന്ന രീതിയിലേക്ക് അവൻ ഇടയിലേക്ക് ആഴത്തിൽ ദേശീയവാദവും അല്ലെങ്കിൽ നമ്മുടെ രാജ്യസ്നേഹവും ആക്കിയെടുത്തു ഈ മോദി. അതാണ് അതിൻ്റെ ഒരു വിജയം. അതുകൊണ്ടാണ് ഇയാൾ ബീഹാറിൽ പോയി വെള്ളത്തിൽ ചാടിയപ്പം അയാളൊരു ഗഞ്ച എടുത്ത് കലക്കിയപ്പോൾ നാട് മൊത്തം അയാളുടെ കൂടെ ഇരുന്നത്. ഭാഗ്യം വിചാരിച്ചത് ഷാളാ, പുള്ളി കാറ്റ് കൊള്ളാൻ വീശുവാണ്. അത് ഷാളല്ല, ബീഹാറിലെ ജനങ്ങളുടെ വികാരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതാണ് രാഹുലും മോദി തമ്മിലുള്ള വ്യത്യാസം.